ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചൈനീസ് ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രാമയിലെ ഹീറോയിനാണ്. നമ്മുടെ ഹീറോയിൻ്റെ ആണെങ്കിൽ പേരൻസിനെ കാണാണ്ട് പോയിട്ടുണ്ട്. ഇവളാണെങ്കിൽ അവരെ തപ്പി പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു വലിയൊരു പാമ്പിനെ നമുക്ക് കാണാം. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ പാമ്പിനെ ചവിട്ടുന്നുണ്ട്. ആ സമയത്ത് പാമ്പിന് ചെറുതായിട്ട് ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും അവിടെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവളുടെ കൈയും പൊട്ടുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ നോക്കുന്ന സമയത്ത് ഒരു വലിയ പാമ്പ് കേട്ടോ. ഇത് കണ്ട് ഇവളൊന്ന് ഷോക്കാണ്. എന്നിട്ട് പാമ്പിൻ്റെ അടുത്ത് വന്നിട്ട് ചുപ്പാ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഹേട്ടായെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പാമ്പിനോട് പറയുകയാണെങ്കിൽ നിനക്ക് ഞാൻ എന്തായാലും റീപേ ചെയ്യും, ഭാവിയിൽ നിന്നെ മാരേജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ പാമ്പുണ്ടല്ലോ, പാമ്പാണെങ്കിൽ പാമ്പിൻ ഫോമിൽ നിന്ന് ഹ്യൂമൻ ഫോമിലേക്ക് മാറുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ കുട്ടി ഹീറോയിനങ്ങ് വളർന്നിട്ടുണ്ട്, അവിടെ വലിയ ഹീറോയിനായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവള് പാമ്പിനെ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഞെട്ടി ഉണരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവള് സമയം നോക്കുമ്പോൾ ഇവൾക്ക് ഓൾറെഡി ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുപാട് നാളായിട്ട് ജോബ് നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവള് പറയാണ് ഓൾറെഡി ഞാൻ ലേറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് ഇൻ്റർവ്യൂ ഉള്ള പ്ലേസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരുപാട് പേരുണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ സമയത്ത് അവിടുത്തെ പെൺപിള്ളേരൊക്കെ സംസാരിക്കുന്നത് ഇവിടുത്തെ സിഒനെ കുറിച്ചിട്ടാണ് കേട്ടോ. സിഒ കാണാൻ നല്ല ഹാൻസം ആണെന്നൊക്കെ പറയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ സിഒ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. സിഒ എന്ന് വെച്ചാൽ വേറെ ആരുമല്ല, നമ്മുടെ ഇതിലെ ഹീറോയാണ് കേട്ടോ. എനിക്ക് പറയുകയാണ് ഇവനെ കാണാൻ എന്തൊരു ഹാൻസം ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ എന്ന് വെച്ചാൽ സ്നേക്ക് ഹീറോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഹീറോയിനെ കാണുന്നുണ്ട്. ഈ ടൈമിലുള്ള കണ്ടിട്ട് പറയാണ് ഇവനെ കാണാൻ നല്ല ഹാൻസം ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ കാണിച്ചിട്ട് പറയാണ് ഫൈനലി ഞാൻ എൻ്റെ ബ്രൈഡിനെ മീറ്റ് ചെയ്യുന്ന അവൻ തിങ്ക് ചെയ്യേണ്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരേണ്ട. ഈ സമയത്താണെങ്കിൽ ഇപ്പോൾ ബയോഡേറ്റ കാര്യങ്ങളൊക്കെ അവൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവനതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പഠിച്ചിറങ്ങുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ഇവളെടുത്ത് പറയുന്നുണ്ട് ഞാൻ എനിക്കൊരു ടാസ്ക് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇവന് കുടിക്കാൻ ഡ്രിങ്ക്സ് വാങ്ങിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി ഡ്രിങ്ക്സ് വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഇവൻ പറയുകയാണ് ഈ ഫ്ലേവർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്തായാലും ജോബ് ഫിക്സ് ആണെന്ന് പറയുന്നത്. എന്നിട്ട് ഇവൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഷോപ്പിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിന് കുറച്ച് തിങ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടോ. അങ്ങനെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടൊരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വള നമ്മുടെ ഹീറോ ആണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ പറയുന്നത് ഇത് എന്തിനാ എനിക്കും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് എൻ്റെ സെക്രട്ടറിയാണ് നീ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊക്കെ നടക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളെ വീച്ചാറ്റ് നമ്പർ വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൾക്കാണെങ്കിൽ 2 മാസത്തെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഫ്ലാറ്റ് ആവാനായിട്ട് ഇവളാണെങ്കിൽ താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയെ മനസ്സിലാലോചിക്കുകയാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവളെ കണ്ടുമുട്ടില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്കും ഹാപ്പി ആവുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിൻ നടന്നു വരുന്ന സമയത്താണെങ്കിൽ അവളൊരു കസിനെ കാണുന്നുണ്ട്. ഈ കസിന് നമ്മുടെ ഹീറോയിൻ തമ്മിൽ എന്തൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നീ എന്നോട് സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ നിന്നോട് സോറി എന്തിനാ പറയണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവർ രണ്ടുപേരും ക്ലാഷ് ആവേണ്ടി നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനിട്ടൊരു കിക്ക് കൊടുത്തിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കസിൻ പറയുന്നത് ഇനിയെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ കാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇടിക്കാൻ പോകണം, പെട്ടെന്ന് ഇവന് ബ്രേക്ക് ഇടണില്ല, ഇവ മാറാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം വന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ കസിനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഇങ്ങനെ മിന്നൽ വേഗത്തിലാണല്ലോ വന്നത്. അപ്പോൾ ഇത് കണ്ട് ഇവനൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചെക്കനാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനോട് ചോദിക്കേണ്ടത് നീ ഓക്കല്ലേ ചോദിക്കേണ്ട ആന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോധം കെടുത്തുന്നുണ്ട് കേട്ടോ. അതായത് അവൾക്ക് ഒന്നും ഓർമ്മയില്ലാണ്ടിരിക്കും. ഈ ചെക്കനാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇവനെന്താ മോണോസ്റ്റാണ് ഹ്യൂമനാന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോ കാറിൽ കൊണ്ടുവരാണ്. അപ്പോൾ ഈ സമയത്ത് ഇവൾക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല കേട്ടോ. അതായത് ഇവൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോകുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം അവനാണെങ്കിൽ അവളെ ബോധം കെടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം ഒന്നും അവൾക്കും ഓർമ്മ കിട്ടുന്നത്. ഞാൻ ചൂടി പറയുകയാണ് എനിക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തലവേദനയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഹീറോ പറയേണ്ടത് എനിക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ ഇവളാണെങ്കിൽ ഇവളെ ഫ്രണ്ടിനൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയും പറയേണ്ടത് എന്തായാലും താങ്ക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ പ്രൊട്ടക്ട് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവൾ സ്നേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. കാരണം നമ്മുടെ ഹീറോയിന് സ്നേക്കിനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളെ പ്ലേസിലേക്കാണെങ്കിൽ നമ്മുടെ ഹീറോ കൊണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇവള് താങ്ക്സ് പറഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ട് വെയിറ്റിംഗ് ആയിരിക്കും കേട്ടോ. ഫ്രണ്ട് ചോദിക്കുകയാണ് ആരാണ് നിന്നെ പിക്കപ്പ് ചെയ്ത് ചോദിക്കേണ്ടത്. ആ സമയത്ത് ഇവള് പറയുന്നുണ്ട് അതിൻ്റെ സാറാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അവൻ നല്ല ഹാൻസം ആണല്ലോ കാണാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതിന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ താങ്ക്സ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ
ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് വാങ്ങിയിട്ടായിരിക്കും. അങ്ങനെ ഇവളാണെങ്കിൽ ചെറുതായിട്ടൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോണെങ്കിൽ ഫോൺ നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവൻ തിരിഞ്ഞു പറഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ അവന് പ്രോപ്പറായിട്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പിന്നീട് അത് കാണിച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡേ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പതിവ് പോലെ തന്നെ അവനാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡ്രിങ്ക്സ് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്നുണ്ടല്ലോ നമ്മുടെ ഹീറോണെങ്കിൽ ഇവളെ പിടിച്ച് മടിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഇവളൊന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ബോയ് ഫ്രണ്ടിനോ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് ക്ലോസ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിന് എന്തോ ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവള് പറയേണ്ടത് എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പയ്യനാണ് വിളിക്കുന്നത്. ഇവള് പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവള് പറയുകയാണെങ്കിൽ എനിക്ക് ഹാഫ് ഡേ ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ മൈൻഡ് റീഡിങ് അറിയാം. ഇവനാണെങ്കിൽ നോക്കുന്ന സമയത്ത് ഇവളൊരു ചെക്കനായിട്ട് ഹഗ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയാണ് ഇവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവളെന്നെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ അവിടുത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞിട്ട് സ്നേക്ക് ആയിട്ടുള്ള രാജാവാണ് കേട്ടോ. അതുകൊണ്ട് ഇവന് എല്ലാ പവേഴ്സൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. ഹീറോയിനും അതുപോലെ തന്നെ ആ പയ്യനും സംസാരിക്കുകയാണ്. ഈ പയ്യൻ വേറെ ആരെല്ലാം നമ്മുടെ ഹീറോയിൻ്റെ അങ്കിളാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഫേവറേറ്റുള്ള കേക്കായിരിക്കും ഓർഡർ കൊടുത്തിട്ട് പറയുന്നത് ഞാൻ അങ്കിൾ ഒരുപാട് മിസ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അങ്കിൾ പറയുന്നുണ്ട് ഇപ്പം ഞാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ അങ്കിൾ ചോദിക്കുന്നത് ജോബ് എങ്ങനെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നല്ലതായി പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ വീണ്ടും ജോബിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ വന്നിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. എന്നിട്ട് ആ ഹീറോൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് കുറച്ച് ഫയൽസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഹീറോ എവിടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഈ അസിസ്റ്റൻ്റ് പറഞ്ഞിട്ട് സാറിന് തീരെ വയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് സാറിന് വരാതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ വിളിച്ച് ചോദിക്കുന്നത് വയ്യേം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവള് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോൻ്റെ. അങ്ങനെ പാസ്വേഡ് പറഞ്ഞ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഫീവറൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ റൂമിൻ്റെ പാസ്വേഡും ഹീറോൻ്റെ പാസ്വേഡ് സെയിം ആണ്. ഇവള് തൊട്ട് നോക്കുന്ന സമയത്ത് ഇവന് ചെറുതായിട്ട് ഫീവർ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവളാണെങ്കിൽ ഒരു തുണിയൊക്കെ നെറ്റിയിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഹീറോനെ കുറച്ച് ക്ലോസ് ആയിട്ട് ഇവളടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവളോട് പറയണേ നീ കാരണം എനിക്ക് ഫീവർ വന്നെന്ന് പറയുന്നുണ്ട്. കാരണം എനിക്ക് ടെൻഷനായിട്ടാണ് ഫീവർ വന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് ചോദിക്കുന്നുണ്ട് ഞാനോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ എൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ പിടിച്ച് അവിടേക്ക് താഴേക്കിട്ടുണ്ട്. എന്നിട്ട് ഇവളെ ഫോഴ്സിൽ യൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവള് കുതിറി മാറുന്നുണ്ട്. അങ്ങനെ ഇവളെ ലിപ്സിലാണെങ്കിൽ ചോര വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിന് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് കാണിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിൽ ഫുള്ളും അവൻ കിസ് ചെയ്തല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് അവൾ ഓർക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവരെ നോക്കേണ്ട ആ സമയത്ത് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ അങ്കിളാണെങ്കിൽ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്കിളും ഒരു ടോപ്പ് കമ്പനിയിലെ പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കമ്പനിയായിട്ട് കൊളാബ് ചെയ്യാൻ വന്നേക്കാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ഓൾറെഡി അങ്കിളിനെ അറിയാമല്ലോ. കാരണം ഇവന് ഇതിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ അങ്കിളുടെ ഷേക്കിന് കൊടുക്കുന്ന സമയത്ത് കൈ നന്നായിട്ട് ഞെരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ അങ്കിൾ ചോദിക്കണം ഇവൻ എന്തെങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ പോയിട്ട് കോഫി എടുത്ത് തരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ കോഫി കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയാണ് എനിക്കിപ്പോൾ ടൈമിലാന്ന് പറഞ്ഞിട്ട് പിന്നെ വരാൻ പറഞ്ഞു കേട്ടോ സംസാരിക്കാൻ. അപ്പോൾ നമ്മുടെ അങ്കിളും ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്കിൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. ആളാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് പറയാണ് ആളെ കമ്പനിയായിട്ട് കൊളാബ് ചെയ്ത് നല്ലതെന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ ഹീറോ പറഞ്ഞ അത് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോ ആലോചിക്കണം. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കണം നിനക്ക് ആളറിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ആള് നല്ലൊരു പേഴ്സണാന്നൊക്കെ പറയുന്നുണ്ട്. ആളെ കമ്പനിയായിട്ട് നമുക്ക് കൊളാബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആൾക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കണേ നിനക്ക് ആൾ കൂടെ വർക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവള് നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കും. ആ ഗിഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കണ്ടേ കേട്ടോ. അപ്പോൾ അതൊരു ഡേ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് വാങ്ങണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയേണ്ടത് ഇത് ബ്ലാക്ക് ഡ്രസ്സിനായിരിക്കും സൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ആ ബ്ലാക്ക് ഡ്രസ്സ് കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അത് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവള് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് സ്റ്റാഫിനൊക്കെയാണ് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോനെ ഫോളോ ചെയ്തിട്ട് ഹീറോയിൻ വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ഫയൽസൊക്കെ താഴെ പോകേണ്ടി ഇവള് എടുക്കാൻ പോകുന്ന സമയത്ത് ഹീറോ പറഞ്ഞിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഫയൽ എടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് രണ്ടും പരസ്പരം ക്ലോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവിടെ ഇരിക്കുന്ന HR പെണ്ണിന് ഇത് കണ്ടിട്ട് അത്രയ്ക്കാണ് സഹിക്കണില്ല കേട്ടോ. ഇവൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിന് മേലൊരു കണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ
നമ്മുടെ സ്റ്റാഫ്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ നല്ല ക്ലോസ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോഫി ഇടാൻ വന്നിരിക്കണം. ആ ടൈമിൽ ഈ പെണ്ണ് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ടീവളാണെങ്കിൽ മനഃപൂർവ്വം വന്ന് നമ്മുടെ ഹീറോയിനെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ് നീയും സാറിൻ്റെ അത്ര ക്ലോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ സാറിനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവളെടുത്ത് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അവിടുന്ന് പോകുന്നുണ്ട്. ഈ ടൈമിൽ ഇവളാണെങ്കിൽ പിടിച്ച് നിർത്തി നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു തള്ളു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ചുമരുമ വന്ന് ഇടിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വന്നിട്ട് അവളെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ് നീ ഇപ്പം എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയിന് എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചിട്ട് ഹീറോയിൻ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കണം. എൻ്റെ പറയുന്നത് ഇത് പെട്ടെന്ന് റിക്കവർ ആവുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഓക്കെ എന്ന് പറയണ്ട. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ ഓയിൽമെൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഇവനാണെങ്കിൽ പെട്ടെന്ന് അലർജി സംഭവിക്കേണ്ട. എന്നിട്ട് ഇവൻ പറയാൻ എനിക്ക് തീരെ വയ്യാന്ന് പറയേണ്ടത് എന്തോ ഓയിൽമെൻറ്റാണ് എനിക്ക് കിട്ടാന്ന് ചോദിക്കുന്നത്. ഈ സമയത്ത് ഇവള് പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവള് പറയുന്നത് ഡോക്ടറെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോ പറയേണ്ടത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോണെങ്കിൽ വേഗം പോയിട്ട് ബാത്റൂമിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ ഓയിൽമെൻറ്റ് നമ്മുടെ ഹീറോയ്ക്ക് പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പകുതി പാമ്പും പകുതി മനുഷ്യനായി മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പേടിച്ചിട്ട് ഇവളാണെങ്കിൽ കഥക്ക് തുറക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ തുറക്കണില്ല. കാരണം ഇവന് ഹാഫ് പാമ്പും അതുപോലെ ഹ്യൂമനായിട്ട് മാറിയിട്ട് ഇവളാണെങ്കിൽ പെട്ടെന്ന് വന്ന് വാതിൽ തുറക്കണം. ആ സമയത്ത് കറക്റ്റ് ഇവനാണെങ്കിൽ വാലൊക്കെ ചുരുട്ടിക്കൂട്ടി അതിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓക്കെല്ലാം ചോദിക്കാൻ ഡോക്ടർ വിളിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൻ പറയുന്നുണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവൾക്ക് കുറച്ച് ഷേവിക്കാൻ വേണ്ടിട്ടോ. ഹീറോ പറഞ്ഞു നീ പൊക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അങ്കിളാണ് കാണിക്കുന്നുണ്ട്. അങ്കിളാണെങ്കിൽ ഹീറോയിന് വേണ്ടി വെയിറ്റ് ആയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അങ്കിൾ ചോദിക്കണം അവൻ എന്താ എൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹീറോയിൻ പറയേണ്ടത് അത് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ അങ്ങനെ ബിഹേവ് ചെയ്ത് വേറൊന്നല്ല നമ്മുടെ ഈ അങ്കിളും ഹീറോയിൻ തമ്മിൽ വല്ല കണക്ഷൻ വെച്ചിട്ടുണ്ട്. അവനറിയില്ല നമ്മുടെ ഹീറോയിൻ അങ്കിളാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അങ്കിൾ പറയുന്നുണ്ട് എനിക്കെന്തോ അവനെ കണ്ട അവൻ അത്ര ഗുഡ് പേഴ്സൺ അല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നീ അവിടെ വർക്ക് ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ഏവു നല്ലൊരു മനുഷ്യനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ചോദിക്കണേ നിങ്ങൾ എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അങ്കിള് ഒന്നും മിണ്ടറൊന്നുമില്ല കേട്ടോ. അങ്കിള് നല്ല ദേഷ്യം വരണ്ട. എന്നിട്ട് അങ്കിളാണെങ്കിൽ നമ്മുടെ ഹീറോയിനും പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് കാണിക്കുന്നത് ഓഫീസിലാണെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഓരോരുത്തർ അവരുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഹീറോണെങ്കിൽ ഹീറോയിനോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ നല്ല ഇത് സബ്മിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ടീവൻ പറയുകയാണെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ വൈഫ് കൊള്ളാമെന്നൊക്കെ മനസ്സിൽ തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവിടെ കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് മെസ്സേജ് ഒക്കെ കഴിക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് ഇവിടെ ഉറങ്ങാണ്. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ണുറക്കണ സമയത്ത് നമ്മുടെ ഹീറോ കിടക്കുന്നുണ്ട്. ഇവള് വിചാരിക്കുന്നത് ഒരു ഡ്രീമാന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഹഗ് ചെയ്ത് കിടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ നെക്കിൽ കടിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കളിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ നെക്കിലാണെങ്കിൽ ആ പാടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോ കടിച്ചിട്ട് ഫ്രണ്ട് ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ട് ഇവളാണെങ്കിൽ ഫോൺ കാണിച്ചു കൊടുക്കേണ്ട സമയത്ത് ഒരു പാട് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ പറഞ്ഞു ഇത് എങ്ങനെയാണ് സംഭവിച്ചത് നമ്മുടെ ഹീറോയിന് ഓർമ്മയില്ലല്ലോ. അപ്പോൾ ഹീറോയിൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല മസ്കിറ്റൊക്കെ കുത്തിയതായിരിക്കും എന്ന് പറഞ്ഞാൽ അത് കൊതുക് അങ്ങനെ വന്ന് കുത്തിയതാകുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവൾ ഓഫീസിലേക്ക് വരണ സമയത്ത് ഇവൾ ആലോചിക്കുകയാണ് ഇത് എങ്ങനെ പാട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ പാട് കാണുന്നുണ്ട്. ഈ പൊട്ടനാണെങ്കിൽ മനസ്സിലാവണില്ല. കാരണം ഇവനാണല്ലോ ആ പാടിൻ്റെ ഉത്തരവാദി. എന്നിട്ട് ഇവനാണെങ്കിൽ ദേഷ്യം വരണ്ട്. ഇവൻ വിചാരിക്കുന്ന നമ്മുടെ ഹീറോയിൻ വേറെ വല്ല പേഴ്സൻ്റെ കൂടെ ഒക്കെ പോകണ്ടാവെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഫയൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഫയലൊക്കെ എടുത്ത് തട്ടി തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് അസിസ്റ്റൻറ്റ് പേടിക്കുന്നുണ്ട് കേട്ടോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയും ചോദിക്കുന്നുണ്ട് അല്ല എങ്ങനെ എനിക്ക് ഈ പാട് വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് പാടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കണം അതേ പാടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഹീറോയിനാണെങ്കിൽ ഒന്നും ഓർമ്മയില്ലല്ലോ. ഇവളാണെങ്കിൽ ഡ്രീം എടുത്തായിരിക്കും നമ്മുടെ ഹീറോയിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മുടെ ഹീറോ വന്നിട്ടുണ്ടായിരിക്കും. അത് അവൾക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ കൂടെ പറയാണ് അത് കൊതുകുത്തിയാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അങ്കിൾ നമ്മുടെ ഹീറോയും അതുപോലെ ഹീറോയിനൊക്കെ ആയിട്ട് ഒരു ഡിന്നർ അവർ റെഡിയാക്കുന്നുണ്ട്. ആ ഡിന്നറിലാണെങ്കിൽ ഒരു സംസാരിക്കുന്നുണ്ട്. അങ്കിൾ നല്ല ദേഷ്യം വരേണ്ടത് നമ്മുടെ ഹീറോൻ്റെ അടുത്തിട്ടോ. ഹീറോയ്ക്ക് അങ്ങനെ തന്നെ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എനിമീസിൻ്റെ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോണെ മെസ്സേജ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മുടെ അങ്കിൾ ദേഷ്യം വന്നിട്ട് അങ്കിളാണെങ്കിൽ ഡ്രിങ്ക്സ് മൊത്തം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കുറച്ച് ഇതായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഹീറോ കേട്ടോ. ആ ഹീറോ പറയണത് എനിക്ക് ഓൾറെഡി അതായത് അങ്കിൾ ചോദിക്കുന്നുണ്ട് 30 വയസ്സായിട്ട് എന്താ നിങ്ങൾ മാരേജ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയണ എനിക്ക് ഓൾറെഡി ഒരാൾ ഇഷ്ടമാണെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും വിചാരിക്കും ആൾക്ക് ഓൾറെഡി ഒരാൾ ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്നെ ഇഷ്ടമല്ലാന്ന് വെച്ചാൽ ഇവളാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ആ ഡ്രിങ്ക്സ് മൊത്തം അടിച്ചു കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ
നല്ല രീതിയിലൊക്കെ ഫിറ്റ് ആവാണ്ട് ആ സമയത്ത് അങ്കിള് കൊണ്ടുപോകുന്ന സമയത്ത് ഹീറോ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പോൾ അങ്കിള് പറയുന്നത് നിൻ്റെ ഹെൽപ്പ് ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീട്ടിൽ കൊണ്ട് കിടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ വരും. അവനൊരു പാമ്പാണല്ലോ, അവൻ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. അങ്ങനെ ഇപ്പോൾ വന്ന കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ കെയറൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹീറോയിൻ പറയാണ് വീണ്ടും ഞാൻ ആ സെയിം ഡ്രീം എന്നെ കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഡ്രീമൊന്നല്ല, നമ്മുടെ ഹീറോ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നത് എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്ത് കിടക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ ഓഫീസിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓഫീസിലെത്തുമ്പോൾ ആ ഡ്രീമിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഡ്രീമല്ല, റിയലാണ്. അങ്ങനെ നമ്മുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ഇവൾക്കാണെങ്കിൽ ടീ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണ് ഇത് കണ്ട് ചെറുതായിട്ട് ജലസി ഫീലാവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അസിസ്റ്റൻറ്റ് കുറച്ച് ക്ലോസ് ആവണത് ഇത് കണ്ട് അസിസ്റ്റൻറ്റ് അവിടെ നിന്ന് ഓടിപ്പോണ്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് സ്റ്റാഫുകളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. സ്റ്റാഫുകളൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തൊക്കെ എന്തോ സംസാരിക്കുകയാണ്. പുതിയൊരാൾ വന്നിട്ടുണ്ട് അവിടെ HR ആയിട്ട് കേട്ടോ. അപ്പോൾ ആ പെണ്ണിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ ഈ പെണ്ണിന് നമ്മുടെ ഹീറോയുടെ മേലെ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോൾ ഇവൾക്ക് വലിയ ഇഷ്ടമൊന്നും ആവണില്ല. അങ്ങനെ നമ്മുടെ ഹീറോ വരുന്ന സമയത്ത് ഈ പെണ്ണ് കുറച്ച് ക്ലോസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ ഹീറോയിനെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും വിചാരിക്കണം ഞാൻ എന്തായാലും ഡിസ്റ്റർബൻസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ നിൽക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് നടക്കണം. ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും പ്രൊജക്റ്റ് ചെയ്ത് ഈ പെണ്ണിനാണ് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഓരോ സ്റ്റാഫുകളൊക്കെ എണീറ്റ് അവരുടെ എല്ലാ പ്രൊജക്റ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സമയത്ത് ഹീറോയിനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ പറയാണ് എല്ലാവരും കുറച്ച് നേരം ഓഫാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ കണ്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഒരു ഡിന്നർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് പോകുന്നുണ്ട്. ഈ പെണ്ണിന് ഇത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും കൂടി ഡിന്നർ കഴിക്കാൻ വരാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഫ്ലവർ നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട്. അത് കഴിച്ച് നൈറ്റാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ സ്ലീപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് പോയാണ് തോന്നുന്നത് നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അങ്കിളിനെയും ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് അങ്കിളുടെ അടുത്ത് നമ്മുടെ ഹീറോയിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൊടുത്ത് ഷെയ്യായിട്ട് ഇവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓഫീസാണ് കാണിക്കുന്നത് കേട്ടോ. ഓഫീസിലാണെങ്കിൽ എല്ലാവരും ഭയങ്കര ടോക്കിങ്ങൊക്കെയാണ് കേട്ടോ. അത് നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ച് കുറച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഹീറോയിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും അതുപോലെ ഹീറോയും കൂടിയിട്ട് ഒരു ട്രിപ്പിന് വന്നേക്കാണ്. അപ്പോൾ ഇവരാണെങ്കിൽ സെപ്പറേറ്റ് റൂമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ്റെ റൂമിലാണെങ്കിൽ ഹീറ്റർ വർക്ക് ആവണ്ടാവില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാനൊന്നും യൂസ് ചെയ്തിട്ടും ചോദിക്കേണ്ട റൂം കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രണ്ടും കുറച്ച് ക്ലോസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവള് സോറി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ വന്നേക്കാണ്. അങ്ങനെ ആളുടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ കണ്ടിട്ട് പറയുന്നത് നിങ്ങൾ നല്ല കപ്പിൾസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവൾക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പേഴ്സൺ പറയേണ്ടത് എന്തായാലും നിങ്ങളുടെ ഓഫീസായിട്ട് കൊളാബായി എനിക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇയാളാണെങ്കിൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകാൻ നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് കറക്റ്റ് ആ വേണ്ടിയുണ്ടല്ലോ ന്യൂ HR അവൾ വരുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ പറയുന്നത് എന്നോട് ഒഴിവാക്കിയിട്ട് എന്തിനാണ് ഇവളെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കേണ്ടത്. ഈ സമയത്ത് ഹീറോ പറയുന്നത് ഇവളെൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ടി കേട്ടോ. അങ്ങനെ ഇവളെടുത്ത് പോകാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ ആലോചിക്കാൻ കേട്ടോ. വേറെ ഒന്നല്ല നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അവൾ വിചാരിക്കും നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടം ആ HR ആണെന്നൊക്കെ ചിന്തിച്ചിട്ട് ഇവളാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയാണ്. ഈ സമയത്ത് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഹീറോയ്ക്ക് ശരിക്കും എന്നോട് വലിയ ഇഷ്ടമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവളും ഉണ്ടാവും എന്നൊക്കെ പറയണം. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഹീറോയ്ക്കാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറയും എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറയും. ഡ്രിങ്ക്സിൻ്റെ പുറത്താണ് കേട്ടോ. പിന്നീട് നെക്സ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഈ കാര്യം ആലോചിച്ചിട്ട് ഇവള് കുറച്ച് ഷേവിക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ പറയേണ്ടത് ഇന്നലെ നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. ഈ സമയത്ത് ഹീറോ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വർക്കിൽ നമ്മുടെ ഹീറോ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഹീറോയിൻ അതുപോലെ ഫ്രണ്ടും കൂടി ഒരു പ്ലേസിലേക്ക് വന്നതാണ്. ഈ സമയത്താണെങ്കിൽ ഫ്രണ്ട് വേറെ എവിടേക്ക് പോയിട്ട് ഹീറോയിൻ ഒറ്റയ്ക്കാവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഹീറോയിനെ കാണില്ല. അങ്ങനെ അവൾ ലിഫ്റ്റിൽ കയറാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ലിഫ്റ്റ് ആണെങ്കിൽ അടയുണ്ട്. ഈ സമയത്ത് ഇവൾ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് നമ്മുടെ ഹീറോയിന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവൾ ആരോ കൊല്ലാൻ വരുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വരുന്നുണ്ട് കേട്ടോ. ഹീറോ വന്നിട്ട് ഇയാൾ അടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇയാളാണെങ്കിൽ അവിടുന്ന് പേടിച്ച് ഓടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പേടിച്ച് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നത് നിനക്കൊന്നുമില്ല നീ ഓക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹീറോയും പറയുന്നുണ്ട് താങ്ക്സ് പറയുന്നുണ്ട്. ഈ സമയത്ത് ഇവളെ കൈയാണെങ്കിൽ മുറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്. എപ്പോഴും നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഞാൻ ഉണ്ടായിരിക്കും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ നല്ല രീതിയിൽ കംഫർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾക്ക് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഒന്ന് അടിച്ചു എൻ്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവളും
പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആരെന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ സാറിനെ രക്ഷിന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും കൂടി വരാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അങ്കിളാണെങ്കിൽ വീട്ടിൽ വെയിറ്റ് ആണ് കേട്ടോ. അങ്കിൾ ചോദിക്കണം എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നത് എന്നെ സാറാണ് പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്കിളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടായാലും അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് വേറൊന്നല്ല, ഇവരുടെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് എണീക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിൻ്റെ മേലെ നല്ല ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇവനിത് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് പറയണം, പക്ഷേ ഇവനാണെങ്കിൽ അത് പറയാനും പറ്റില്ല. ഹീറോയിനും തിരിച്ച് അങ്ങനെ തന്നെയാണ്, സെയിം സിറ്റുവേഷനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഡിന്നർ അവർ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് ഹീറോ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അങ്കിളിനെ വിളിച്ച് നൈസായിട്ട് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നത് എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കണ്ണാണെങ്കിൽ കിട്ടുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നത് ഓപ്പൺ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ കണ്ണ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ആ പാമ്പുണ്ടല്ലോ, ഹീറോ ആണെങ്കിൽ പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് കണ്ട് ഇവളൊന്ന് ഷോക്കാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കേണ്ട, അതായത് ഫസ്റ്റ് ടൈമിൽ നമ്മുടെ പാമ്പിനെ കണ്ടിട്ടായിരിക്കില്ല, കുട്ടി എനിക്ക് പറഞ്ഞിട്ടായിരിക്കില്ലേ ഫ്യൂച്ചറിൽ ഞാൻ നിന്നെ മാരേജ് ചെയ്യാന്ന്, ആ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഇത് നീയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ പാമ്പാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ തന്നെയാണ്, നിൻ്റെ പ്രോമിസ് എന്തായാലും പാലിക്കണമെന്ന് പറയുന്നത്, നീ എന്നെ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയിനൊന്ന് ഷോക്കാവണം. എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ സംസാരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാമ്പും അതേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവിടെ പറയുന്നുണ്ട് ഞാനെങ്ങനെ നിന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഒരു പാമ്പല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവരാണെങ്കിലും ഇപ്പോൾ പാമ്പായിട്ട് മാറ്റിണ്ടായിരിക്കുക. എനിക്ക് ഹീറോയും പറയുന്നുണ്ട് എനിക്ക് വേറൊരാൾ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഹ്യൂമൻ ഫോമിലേക്ക് മാറിയിട്ട്. അപ്പോൾ ഇവനാണെങ്കിൽ കുറച്ച് സാഡായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതായത് ഇവള് പറഞ്ഞില്ല എനിക്ക് ഓൾറെഡി വേറൊരാൾ ഇഷ്ടമൊക്കെയാണെന്ന്. അപ്പോൾ ഇവൻ വിചാരിക്കും ഇവൻ ഇഷ്ടമല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട് നീ പൊക്കോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് വന്നിട്ട് കുറച്ച് ഫയലുകളൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഹീറോ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ. എന്നിട്ട് ഇതാണെങ്കിൽ ഫയൽ കൊടുക്കേണ്ടത്. ഈ സമയത്ത് ഹീറോയ്ക്കാണെങ്കിൽ വലിയ ഹാപ്പിനെസ് ഒന്നും ഇല്ലാട്ടോ മുഖത്ത്. കാരണം ഇവൻ വിചാരിക്കുന്നത് നമ്മുടെ ഹീറോയിന് ഇവന് ഇഷ്ടമല്ല, വേറെ ഒരാൾ ഇഷ്ടമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയിന് ഇവരെ തന്നെയാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ വീട്ടിൽ പോകേണ്ട സമയത്ത് ഇവളാണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് വന്നിട്ട് പറയാണ് എന്താ സാറിൻ്റെ മുഖത്ത് ഹാപ്പിനെസ് ഇല്ലാത്ത എന്താ സാഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരണം. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ തൽക്കാലം എന്നെ ശല്യപ്പെടുത്താണ് ഇവിടുന്ന് പോകാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഹീറോയിന് നല്ല വിഷമൊക്കെ ആവേണ്ടി. എന്നിട്ട് ഇവനാണെങ്കിൽ ഡോർ അടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ കസിൻ ഉണ്ടല്ലോ അവനാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഒരു ബുക്കിംഗ് കൊടുത്തിട്ട് ഇവളാണെങ്കിൽ പ്രൊപ്പോസ് ചെയ്യാൻ വന്നേക്കാണ്. ഈ സമയത്ത് ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ കുറച്ച് മോശമായിട്ട് ഇവളെടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ വന്ന് കഴിഞ്ഞിട്ട് ഇവനിട്ട് നല്ല പെട കൊടുക്കുന്നുണ്ട്. പറയാണ് ഇവളെ എൻ്റെ ആളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ ചെക്കന് ഇത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ദേഷ്യം എനിക്ക് നിന്നോടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നത്. ഈ സമയത്ത് ഇവള് പറയണേക്ക് നിങ്ങളെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നീട് ഓഫീസാണ് കാണിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ഇവൾക്കാണെങ്കിൽ കുറച്ച് തലവേദന ഒക്കെ വരണം. പറയുന്നുണ്ട് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകണം ചോദിക്കും. ഇവള് പറയുന്നുണ്ട് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ കോഫി ഇടാൻ വരേണ്ടത്. ഈ സമയത്താണെങ്കിൽ അയച്ചാറും വേറെ പെണ്ണെന്തൊക്കെ സംസാരിക്കാനായിട്ട് ഇവരെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ എന്തോ ഇതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ജോബ് കഴിഞ്ഞ് വരാണ്. അപ്പോൾ ഈ ടൈമിൽ ഇവളാണെങ്കിൽ ഒരു പാമ്പ് കൊത്താൻ വരേണ്ട. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോകേണ്ടത് നിനക്കൊന്നുമില്ല നീ ഓക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും അങ്കിളിനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അങ്കിളിൻ്റെ അടുത്ത് പറയാണ് നമ്മുടെ ഹീറോ എന്തോ സാധാരണ ഒരു മനുഷ്യനല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അവൾക്ക് അങ്ങനെ ഫീൽ ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ ഹീറോയിന് വേറൊരാളായിട്ട് റിലേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഫീസിൽ മൊത്തം ഫ്ലാഷ് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ പെണ്ണ് വന്നിട്ട് പറയാണ് അത് ശരി നീ ഒരേ സമയം രണ്ടാളെ ട്യൂൺ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കേട്ടിട്ടാണ് നമ്മുടെ ഹീറോ വരാം കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ട. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ആളല്ല ഇവളെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് അവളുടെ അങ്കിളാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഇവള് അങ്കിളൊന്നും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവൾക്ക് ഡോറിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഈ പെണ്ണ് തിരിച്ചടിക്കാൻ നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ ഹീറോ കറക്റ്റ് കൈ പിടിക്കേണ്ടത്. എന്നിട്ട് പറയാണ് ഇവിടെ തൊട്ട് പോയിരുന്നു പറയുന്നുണ്ട് കേട്ടോ. ഇവള് എൻ്റെ വൈഫാകാൻ പോണ പെൺകുട്ടിയെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ഈ പെണ്ണൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഹഗ് ചെയ്യേണ്ടി. ഈ പെണ്ണിനാണെങ്കിൽ ഇത് കണ്ടിട്ട് നല്ല ദേഷ്യമുണ്ട്. ഇവള് പറയാണ് ഇതിനുള്ള റീപേ ഞാൻ എന്തായാലും കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവള് ആർക്കോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന് ആരോ കുത്താൻ വരണ പോലെയാണ്. കറക്റ്റ് നമ്മുടെ ഹീറോ വന്നിട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആ കുത്ത് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത്
സമയത്ത് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരിക്കും. ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഹോസ്പിറ്റലല്ല, പെറ്റ്സിൻ്റെ ഹോസ്പിറ്റലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവള് പറയുകയാണ് ഇതെന്താ ഇങ്ങനെ മൃഗങ്ങൾ ഹോസ്പിറ്റലിൽ വന്നതാണ് ചിന്തിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് കുറച്ച് കാര്യമായിട്ട് ഇഞ്ചുറി സംഭവിച്ചു. ഡോക്ടർ വന്നിട്ട് പറയാണ് അവന് ഹീലിങ്ങിന് കുറച്ച് ടൈം പിടിക്കുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പാമ്പാന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലായിട്ടോ. അങ്ങനെ അവൻ പാമ്പിൻ്റെ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ അങ്കിള് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ പാമ്പിൻ്റെ ഫോമിലായിരിക്കുമല്ലോ. ഈ പാമ്പിൻ്റെ ഇത് നിഴൽ കണ്ടിട്ട് നമ്മുടെ അങ്കിളാണെങ്കിൽ ബോധം കിട്ടി വീഴുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ബോധം വരുന്ന സമയത്ത് അങ്കിള് പറയാണ് ആരാണ് അതൊന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അങ്കിള് പറയണം ഞാൻ പോലീസിനെ വിളിക്കാൻ പോകുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അയ്യോ പോലീസിനൊന്നും വിളിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരെങ്കിലും നമ്മുടെ സാറാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്കിളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ പാമ്പിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോയും പറയാണ് നീ അങ്കിളിനെ ഇങ്ങനെ പേടിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാമ്പും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പാമ്പില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയും പറയണെങ്കിൽ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞ് നിനക്ക് അടി കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവൾ തപ്പി നോക്കുന്ന സമയത്ത് പാമ്പിനെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പാമ്പ് ഫോമിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻ ഫോമിലേക്ക് നമ്മുടെ ഹീറോ മാറിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നീ ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോ പറയുന്നുണ്ട് അത് ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഓഫീസാണ് കാണിക്കുന്നത് കേട്ടോ. ഓഫീസിലേക്കാണെങ്കിൽ അസിസ്റ്റന്റ് വന്നിട്ട് പറയാണ് അതായത് ഒരു കൊളാബ് ചെയ്യാൻ പോയ ആ കമ്പനിയിലത്തെ ആളുണ്ടല്ലോ, ആളെന്തോ നമ്മുടെ ഹീറോയിന് തെറ്റായിട്ട് എന്തോ കേസ് കൊടുത്തണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറഞ്ഞ അതൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അസിസ്റ്റൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹീറോ പറഞ്ഞ് നീ ഒന്നും കൊണ്ട് പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. അങ്ങനെ മീഡിയാസൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരാൾ തട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഈ ടൈമിൽ ഇവളോട് പറയണം നിൻ്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ കുറച്ച് മോശമായിട്ട് ബിഹേവ് നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് പേടിച്ചിട്ട് ഹീറോയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഒരു അടി നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് ഈ ചെക്കൻ പറയണ ഹീറോയിൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയാണ് ആരാളെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ ഫോട്ടോ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ഫുട്ടേജ് കാര്യങ്ങളൊക്കെ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അസിസ്റ്റൻ്റാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഇഞ്ചുറിയൊക്കെ സംഭവിച്ചില്ലേ. എന്നിട്ട് നമ്മുടെ അങ്കിളുടെ അടുത്ത് സംസാരിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ ഹീറോനെ ഭയങ്കര ഇഷ്ടമെന്നൊക്കെയാണ് നമ്മുടെ അങ്കിളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. സമയത്ത് അങ്കിളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയും എല്ലാ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്കിള് പറയാണ്ട് അവൾ വിട്ട് പോകാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോനെ പാമ്പ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അങ്കിള് വീണ്ടും കണ്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അതുപോലെ അങ്കിള് സംസാരിക്കണം. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എനിക്ക് എന്തായാലും അവന് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അവൻ പാമ്പായാലും മനുഷ്യനായില്ലെങ്കിൽ അവന് ഇഷ്ടമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സമയത്ത് പിന്നെ അങ്കിള് മനസ്സിലായിട്ട് ഇനി എന്തും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണെന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയിനാണെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. ഇവളാണെങ്കിൽ വേഗം അവിടെ നിന്ന് ഓടുന്നുണ്ട്. സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ തീരെ വയ്യാണ്ടിരിക്കാൻ കേട്ടോ. ഈ ടൈമിൽ ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കണ്ടുമുട്ടി കാര്യങ്ങളൊക്കെ ആലോചിക്കണം. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹീറോൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹീറോയാണെങ്കിൽ ഹീറോയിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവളാണെങ്കിൽ ഓടി വന്നിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നീ പാമ്പായാലും ഹ്യൂമൻ ആയാലും എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മുടെ അങ്കിളാണെങ്കിൽ ഇത് കണ്ട് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോനെ ഹീൽ ചെയ്യാൻ നമ്മുടെ ഹീറോയിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ ഹീറോ നമ്മളെ ഇവളെ തേടി വന്നത് കേട്ടോ. എന്നിട്ട് ഇവള് പറയുന്നത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഇവരുടെ സ്നേഹം കണ്ട് നമ്മുടെ അങ്കിൾ തന്നെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ മാരേജ് ചെയ്യാൻ നിനക്ക് ഓക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്യാൻ കേട്ടോ റിങ് കൊടുത്തിട്ട്. അപ്പോൾ ഇവളും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിങ് കാണിച്ചിട്ട് നമ്മുടെ ഈ ഡ്രാമ എൻഡ് ആവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.